ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈൻ ക്ലാസസ് ഫോർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിച്ചായിരുന്നു. പുള്ളിയുടെ വയലിൻ എക്സ്പെൻസീവ് ആയിട്ട് വയലിൻ ക്രാക്ക് ആയെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണ് ക്രാക്ക് ആയത്? പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വയലിൻ സേഫായിട്ട് വയലിൻ കേസിനുള്ളിൽ തന്നെ വെച്ചേക്കുവാണ്. പക്ഷേ അത് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം തന്നെ അത് ക്രാക്ക് ആയെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. പുതിയതായിട്ട് ഇപ്പം നമ്മൾ വൈനൊക്കെ മേടിച്ച് ചെയ്യുമ്പം ഇങ്ങനെ ക്രാക്ക് ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് നമുക്ക് നല്ല വിഷമം ഉണ്ടാകും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ക്രാക്ക് ഉണ്ടാകുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. മെയിനായിട്ടുള്ള കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിനായിട്ട് ക്രാക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ള ഒന്ന് രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വയലിന് ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ടുള്ളത് രണ്ടായി വിടണ്ട. ഇതൊരു പഴയ ജർമ്മൻ വയലിനാണ്. കുറേ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 300 ഇയേഴ്സിന് അടുത്ത പഴക്കമുള്ള വയലിനാണ്. അപ്പം ഇതിനിവിടെ കണ്ടോ ഒരു ക്രാക്ക് ഉണ്ടായി. ഇത് ഒരു കുഴപ്പമില്ലായിരുന്ന വയലിനാണ്, നല്ല നീറ്റായിട്ടുള്ളൊരു വയലിനായിരുന്നു. ബോഡിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വെള്ളം, അതായത് വാട്ടർ ഇല്ലാതെ ഹ്യൂമിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡ്രൈ ആയിട്ട് ചിലപ്പം പൊട്ടിപ്പോകാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും വയലിൻ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കേസിനുള്ളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. വയലിൻ കേസിനുള്ളിൽ തന്നെ വെക്കുക. അതായത് ആ കേസിനുള്ളിൽ ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മീഡിയം ലെവലായിരിക്കും. കേസ് അടച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. കേസ് അടച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴും നമ്മുടെ ആ ടെമ്പറേച്ചർ അവിടുത്തെ എപ്പോഴും ഒരു മീഡിയം ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വെളിയിൽ വെക്കരുത് വയലിൻ. നമ്മളെപ്പോഴും അത് കേസിനുള്ളിൽ തന്നെ വെക്കാണ്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പ്രഷർ ചെന്നിട്ട് ചിലപ്പം പൊട്ടിപ്പോകാറുണ്ട്. ഇവിടെ നമ്മൾ എന്തെങ്കിലും അറിയാതെ നമ്മൾ പ്രസ് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ഇവിടുന്ന് ഈ ഫ്രണ്ട് ക്രാക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ പോർഷൻ മെയിനായിട്ട് ഇവിടെയാണ് ഉണ്ടാകുന്നത് ഒരു ക്രാക്ക്. അപ്പം നമ്മൾ വയലിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വയലിൻ പഴയ വുഡാണെങ്കിലും പുതിയ വുഡാണെങ്കിലും നമ്മൾ വയലിന് എപ്പോഴും നല്ലോണം കെയർ ചെയ്യുക. വേറെ ആൾക്കാരുടെ കയ്യിലൊന്നും ഫ്രണ്ട്സിൻ്റെ കയ്യിലൊന്നും കൊടുക്കാതിരിക്കുക. വളരെ കെയർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഈ ഒരു ക്രാക്ക് മെയിനായിട്ട് നമുക്കുണ്ടാകുന്ന ക്രാക്കാണ്. അത് പഴയ വയലിന് പെട്ടെന്നുണ്ടാവും. പിന്നെ ഉണ്ടാകുന്നുള്ളൊരു ക്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിൻട്രസ്റ്റിൻ്റെ അടിയിലായിട്ട് ഇവിടെ വരും ഒരു ക്രാക്ക്. അതായത് ഇതിൻ്റെ താഴേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ഈ F1 അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്രാക്ക് അത് വരാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനത് ഓർത്തു സാധാരണ എന്തെങ്കിലും ചൂടടിച്ചിട്ട് പൊട്ടുമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ക്രാക്ക് വരുന്നത്. ഞാനത് നമ്മുടെ ഒരു വയലിൻ വർക്ക് ചെയ്യുന്ന ലൂതറിനോട് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നമ്മൾ സാധാരണ നമ്മുടെ ചിൻട്രസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുമല്ലോ. അപ്പം ടൈറ്റ് ചെയ്യുമ്പം നമ്മൾ കണ്ടമാനം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ കൂടും. അതായത് പ്രഷർ ചെല്ലുന്നത് താഴ്പോട്ടാണ് ചെല്ലുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പ്രഷർ ചെല്ലുന്നത്. ആ പ്രഷർ ചെല്ലുമ്പം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പം ഇതിന് ഇവിടുന്ന് പൊട്ടൽ വീഴും. അതായത് ഇതിൻ്റെ എഡ്ജിൽ നിന്ന് ഇവിടുന്ന് പൊട്ടൽ വീണിട്ട് നേരെ ഇങ്ങോട്ടായിരിക്കും ആ പൊട്ടൽ എക്സ്റ്റെൻഡ് ആകുന്നത്. അപ്പം അത് ഒരു മേജർ ക്രാക്കാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പം, ചിൻട്രസ്റ്റ് ടൈറ്റ് ചെയ്യുമ്പം ഏകദേശം ഒരു മീഡിയം റേഞ്ചിലുള്ള ടൈറ്റ് ചെയ്യാൻ വെക്കാവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ മെയിൻ ക്രാക്ക് വരുന്നത് ഫ്രണ്ടിലത്തെ വുഡിനാണ് വരുന്നത്. ഒന്നാമത്തെ ക്രാക്ക് വരുന്നത് ഇവിടെയും, രണ്ടാമത്തത് ഇവിടെയുമാണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ വരാനായിട്ട് നമുക്ക് ചാൻസ് ഉള്ളത്, നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ജോയിൻറ്റ് ഇവിടുന്ന് ചിലപ്പം അത് നമ്മുടെ ഈ ഫിംഗർ ബോർഡ് ഇരുത്തിപ്പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പണായി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്രാക്കും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വയലിൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കെയർ ചെയ്യുക. നിങ്ങൾ മേടിച്ചിരിക്കുന്ന എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും നോർമൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും നിങ്ങൾ ആവശ്യം കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് കേസിനുള്ളിൽ വെക്കുക. പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്ത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹ്യൂമിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏതെങ്കിലും വാസലിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ടിൻ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് നല്ലോണം വെള്ളം ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് എല്ലാ വാസലിൻ്റെ ഇതെല്ലാം കണ്ടന്റ് എല്ലാം കളഞ്ഞിട്ട് നല്ലവണ്ണം നമ്മൾ സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ച് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്പോഞ്ചിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിനെ നമുക്ക് ജസ്റ്റ് വെള്ളം ഒത്തിരി ഓവറാകരുത്, വെള്ളം ജസ്റ്റ് സ്പോഞ്ചിൽ നിൽക്കുന്ന അത്ര മാത്രം വെള്ളം പാടുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെ ക്യാപ്പിട്ട് അടച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കേസിനുള്ളിൽ വെച്ചാൽ നമുക്ക് അത് നമ്മുടെ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ കേസിനുള്ളിൽ കുറച്ചിങ്ങനെ നിന്നോളും.
അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് വയലിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. വളരെ ശ്രദ്ധിക്കുക. നല്ല വയലിനുള്ള എക്സ്പെൻസീവ് ഉള്ള വയലിനൊക്കെ മേടിക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പം ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ക്രാക്കാണ്. എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. കാരണം നമ്മൾ വായിച്ചിട്ട് നല്ല ടോണുള്ളൊരു വയലിന് ആ ഒരു ക്രാക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് അതിൻ്റെ ടോണ് നമുക്ക് പോയിട്ടില്ല. നല്ല ടോണോടുകൂടി നമുക്ക് ആ റിപ്പയർ ചെയ്ത ആൾ നല്ലൊരു ലൂസർ ആയതുകൊണ്ട് പുള്ളി അത് നമുക്കത് നല്ലോണം ടോണ് കളയാതെ തന്നെ ചെയ്ത് കിട്ടി. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ.